നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നാളെ സംഭവബഹുലമായ ചില സംഭവങ്ങൾ തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പല സമരങ്ങളും CPM സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ പോയി മോദിയെ വിറപ്പിക്കാനുള്ളൊരു നീക്കമാണ് നിലവിൽ പിണറായി വിജയൻ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി അടക്കം ശക്തമായ ഒരു പ്രതിരോധ പരിപാടി, പ്രതിഷേധ പരിപാടി, സമരം തന്നെയാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതെത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിലാണ് സൈബറിടത്ത് ഇപ്പോൾ ചർച്ചകൾ മുറുകുന്നത്. ഡൽഹിയിൽ പോയി സമരം ചെയ്ത് കേരളത്തിൽ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ, ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഇത് പ്രധാനമന്ത്രിക്കെതിരെയാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് പലരും കമൻറ്റുകളായും മറ്റുമൊക്കെ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നാലും പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും അവർക്ക് എല്ലാം തന്നെ ഒന്നായിരിക്കുമെന്നുള്ള കമൻറ്റുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. നാളെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരളം സമരം നടത്താനായി പോകുന്നത്. ഈ സമരം വളരെ സവിശേഷമായിട്ടുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവകാശവാദം ഉന്നയിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കാനാണ് കേരളത്തിൽ നിന്നും കേരള മുഖ്യമന്ത്രി അടക്കം ഇടത് നേതാക്കളടക്കം BJP ഒഴികെയുള്ള മറ്റു പാർട്ടികളെ കൂടി ക്ഷണിച്ചുകൊണ്ട് സമരം നടത്താനായി തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇത് ആരെയും തോൽപ്പിക്കാനല്ലെന്നും അർഹമായത് നേടിയെടുക്കാനുള്ളൊരു നീക്കമാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ചിലയിടത്ത് ലാളനയും മറ്റിടത്ത് പീഡനവും, ഇതാണ് കേന്ദ്രത്തിൻ്റെ നയം. ഈ പീഡനം അങ്ങേയറ്റം സഹിച്ചു മടുത്തത് കൊണ്ടാണ് ഇപ്പോൾ കേരളം കേന്ദ്രത്തിനെതിരെ ഒരു സമരപ്പുറപ്പാട് നടത്തുന്നത്. എന്നാൽ ഈ പടപ്പുറപ്പാട് എന്തവസ്ഥയിലാകും എന്നുള്ള കാര്യത്തിലാണ് സംശയം. പട പേടിച്ച് പന്തളത്ത് ചെന്നിട്ട് അവിടെ പന്തം കൊളുത്തി പട എന്ന അവസ്ഥ ആവാതിരുന്നാൽ മതിയെന്നാണ് പലരും വിമർശിക്കുന്നത്. നാളത്തെ സമരത്തിൽ രാജ്യം ഒന്നാകെ കേരളത്തിനൊപ്പം അണിചേരുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇത് തന്നെയാണ് പരിഹാസമായി പലരും ഉയർത്തി കാണിക്കുന്നത്. സമരത്തിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത ശേഷമായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ അതിജീവനത്തിന് മുന്നോട്ട് പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് ചരിത്രത്തിലധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത്. അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്, ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സമരമാർഗം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് നടത്തേണ്ടി വന്നിരിക്കുന്നതെന്നുള്ളത്. കേരളത്തിൻ്റെ മാത്രമല്ല, പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു പ്രക്ഷോഭമായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത്. ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സമരമില്ല. തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. രാജ്യമാകെ കേരളത്തിനൊപ്പം അണിചേരുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറയുന്നു. അതായത് CPMകാർ മാത്രം വിചാരിച്ചാൽ ഇത് വിജയിപ്പിക്കാനോ പരിപാടി നടത്താനോ സാധിക്കില്ല എന്നുള്ള ഒരു ഭയമാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതര പാർട്ടികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആദർശമാണ്. ഈ ആശയത്തിൻ്റെ അന്തസത്ത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നുപോയി എന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ BJP നേരിട്ടോ അവരുടെ പങ്കാളിത്തത്തോടെയോ ഭരിക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടല്ല NDA ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിക്കുന്നത്. 17ഇടത്ത് ലാളനയും മറ്റുള്ളയിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. ഇത്തരം നടപടികൾക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധമുയർത്തുന്നത്. ഇതിന് വ്യാപകമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്കൊക്കെ തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനേറെ പറയുന്നു, മുഖ്യമന്ത്രി, മന്ത്രിമാർ, MP മാർ, MLA മാർ ഒക്കെ തന്നെ ഇടത് നേതാക്കൾ, നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ഇതിനെ പരിഹസിച്ചും ഇതിനെ വിമർശിച്ചും കൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP സംസ്ഥാന നേതാവായ K സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും. ഇതൊരു രാഷ്ട്രീയ നാടകമെന്ന് തന്നെയാണ് ഇതിനെ പരിഹസിക്കുന്നത്. അതുകൂടാതെ 1 കോടിയിലധികം രൂപ സർക്കാർ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം ധൂർത്തടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരം പോലും നടത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതു വിധേയനെയും കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിപ്പോരുന്നത്. ഇല്ലാത്ത അധികാരങ്ങൾ അവർ പ്രയോഗിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കേന്ദ്രം അട്ടിമറിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര നയങ്ങളൊക്കെ തന്നെ ജനവിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. സാമ്പത്തിക ഫെഡറലിസത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങളാണ് അതിലൂടെ നടത്തുന്നത്. സംസ്ഥാന പദ്ധതികൾ കേന്ദ്രത്തിൻ്റേത് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യാനാണ് കേരളം ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ലൈഫ് പദ്ധതിയിലടക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് കേരള സർക്കാരിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യം ഈ അവസരത്തിലാണ് പല BJP നേതാക്കളും ഉന്നയിക്കുന്നത്.
അതൊക്കെ ഏവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അക്കാര്യം തുറന്നു പറഞ്ഞതാണ്. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതി എന്ന രീതിയിൽ ദേശീയപാതാ വികസനം അടക്കം ബ്രാൻഡ് ചെയ്തുകൊണ്ട് കേരളം നടത്തുന്നുണ്ട്. ഇതിനെതിരെയാണ് BJP ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇങ്ങനെ ഒരു കടന്നുകയറ്റം നടക്കുന്നു എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം. ലൈഫിനായി കേരളം 17,104 കോടി രൂപ ചിലവഴിച്ചു. കേന്ദ്രം വെറും 12% തുക മാത്രമേ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. 12% തുകയായിരുന്നാലും അത് കേന്ദ്രത്തിൻ്റെ തുകയല്ലേ എന്ന ചോദ്യം പലരും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ലൈഫ് മിഷനിലൂടെ നിർമ്മിച്ച വീടുകൾ ബ്രാൻഡ് ചെയ്യാൻ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും ലൈഫ് മിഷൻ വീടുകളെന്ന രീതിയിൽ ഉദ്ഘാടനം നടത്താൻ അവരൊന്നും തന്നെ മടിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. വീട് ഔദാര്യമല്ല, അവകാശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുമ്പോഴും അതിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്ത് അത് വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് നിലവിൽ CPM-ഉം മറ്റണികളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.